എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ആകെ നടുക്കിയ ഒരു അസാധാരണ നാടകീയ സംഭവത്തിനാണ് മുംബൈയിലെ ഐതിഹാസികമായ വാൻഖേഡെ സ്റ്റേഡിയം രണ്ടാം മത്സരത്തിൽ സാക്ഷ്യം വഹിച്ചത്. മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ നടന്ന ആവേശകരമായ ആ പോരാട്ടത്തിന്റെ ഓർമ്മകൾ മായുന്നതിനു മുൻപ് തന്നെ കളിക്കളത്തിൽ അരങ്ങേറിയ ഒരു വലിയ കൊടുങ്കാറ്റ് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. മുംബൈയുടെ സൂപ്പർ താരവും ലോകത്തിലെ ഒന്നാം നമ്പർ T20 ബാറ്ററുമായ സാക്ഷാൽ സൂര്യകുമാർ യാദവും നായകൻ ഹാർദിക് പാണ്ഡ്യയും ടീം ഉടമ നിത അംബാനിയും തമ്മിൽ മൈതാനത്ത് വെച്ചുണ്ടായ അതിരൂക്ഷമായ വാഗ്വാദമാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം. കോടിക്കണക്കിന് കാണികളുടെ മുന്നിൽ വെച്ച് സൂര്യകുമാർ യാദവിനെ വെറുമൊരു വാട്ടർ ബോയാക്കി മാറ്റി നിർബന്ധിച്ച് വെള്ളം ചുമപ്പിച്ച ഹാർദിക് പാണ്ഡ്യയുടെ നടപടി സകല അതിരുകളും ലംഘിക്കുന്നതായിരുന്നു. ഈ പരസ്യമായ അപമാനത്തിനു ശേഷം അങ്ങേയറ്റം ക്ഷുഭിതനും വികാരധീനനുമായ സൂര്യകുമാർ യാദവ് നടത്തിയ സാംസനികമായ വെളിപ്പെടുത്തലുകൾ കേട്ടാൽ നിങ്ങളുടെ കാതുകളെപ്പോലും നിങ്ങൾക്ക് വിശ്വസിക്കാനാകില്ല. 221 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന്റെ തുടക്കം അത്യുജ്വലമായിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വെറും 38 പന്തിൽ 78 റൺസ് അടിച്ചുകൂട്ടി ഗാലറികളെ ആവേശം കൊള്ളിച്ചപ്പോൾ റയാൻ റിക്കൾട്ടൺ 81 റൺസുമായി കൊൽക്കത്തൻ ബൌളർമാരെ കടന്നാക്രമിച്ചു. എന്നാൽ ഈ ആവേശത്തിനിടയിലാണ് യഥാർത്ഥ നാടകം അരങ്ങേറിയത്. ഏവരും കാത്തിരുന്നത് സൂര്യകുമാർ യാദവ് ബാറ്റുമായി ക്രീസിലേക്ക് വരുന്ന ആ നിമിഷത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ തന്ത്രങ്ങളിൽ അപ്രതീക്ഷിതമായ മാറ്റം സംഭവിച്ചു. ഡഗൌട്ടിലിരിക്കാൻ വിധിക്കപ്പെട്ട സൂര്യയെ മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ നായകൻ ഹാർദിക് പാണ്ഡ്യ ഗ്ലൗസുകളും വെള്ളക്കുപ്പികളുമായി മൈതാനത്തേക്ക് പറഞ്ഞയച്ചു. ലോകം ആരാധിക്കുന്ന ഒരു ഇതിഹാസ താരത്തെ വെറുമൊരു വാട്ടർ ബോയെ പോലെ ഗ്രൗണ്ടിൽ കണ്ടപ്പോൾ ആ സ്റ്റേഡിയം ഒന്നടങ്കം സ്തംഭിച്ചുപോയി. വെറും 14.2 ഓവറുകൾക്കുള്ളിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറന്ന വിജയ റണ്ണിലൂടെ മുംബൈ ആ മാന്ത്രിക വിജയം സ്വന്തമാക്കി. വിജയ ആഘോഷങ്ങൾ അലയടക്കേണ്ട ആ നിമിഷങ്ങളിൽ മൈതാനത്തിന്റെ ഒരു കോണിൽ നടന്നത് തികച്ചും വികൃതമായ ഒരു വാഗ്വാദമായിരുന്നു. ആ മഹത്തായ വിജയത്തിന്റെ എല്ലാ തിളക്കവും കെടുത്തിക്കളഞ്ഞ ആ സംഭവം മത്സരശേഷമാണ് അരങ്ങേറിയത്. വാൻഖേഡെയുടെ പിച്ചിൽ ടീം ഉടമ നിത അംബാനിയും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു. മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ കാര്യങ്ങൾ ഒട്ടും പന്തിയല്ലെന്ന് ദൂരെ നിന്ന് നോക്കിയ ആരാധകർക്ക് പോലും വ്യക്തമാകുന്ന തരത്തിലായിരുന്നു ആ രംഗങ്ങൾ. നിത അംബാനിയും ഹാർദിക്കും ചേർന്ന് സൂര്യയുടെ മേൽ തങ്ങളുടെ ദേഷ്യം മുഴുവൻ തീർക്കുകയായിരുന്നു. സ്വന്തം ബാറ്റിംഗ് ഓർഡർ നഷ്ടപ്പെട്ടതിലും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാത്തതിലുമുള്ള സൂര്യയുടെ അതൃപ്തിയായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. മത്സരത്തിനിടയിൽ സൂര്യയുടെ ശരീരഭാഷ തികച്ചും ആക്രമണാത്മകവും വിമത സ്വഭാവമുള്ളതുമായിരുന്നു. ഇത് ടീം മാനേജ്മെന്റിനും ഉടമയ്ക്കും ഒട്ടും രസിച്ചില്ല. നിത അംബാനിയുടെ രൗദ്രഭാവം ഇതിനു മുൻപ് ആരും കണ്ടിരുന്നില്ല. അവർ വിരൽ ചൂണ്ടി രൂക്ഷ ഭാഷയിൽ സൂര്യയെ പരസ്യമായി ശകാരിച്ചു. ഈ പരസ്യമായ ശാസന കേട്ട് അങ്ങേയറ്റം വികാരധീനനായ സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടർന്ന് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിലെത്തിയ സൂര്യകുമാർ യാദവ് ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ അടിത്തറ തോണ്ടുന്ന അത്യന്തം സ്ഫോടകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. വിതുമ്പുന്ന തൊണ്ടയോടെ ഹാർദിക്കും നിതയുമായുള്ള ആ കൈപ്പേറിയ വാഗ്വാദത്തിന്റെ ചുരുളുകൾ അദ്ദേഹം ലോകത്തിനു മുന്നിൽ അഴിച്ചു. അദ്ദേഹം പറഞ്ഞു, സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ താരമെന്ന നിലയിൽ എന്റെ ടീമിന്റെ ഈ വലിയ വിജയത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നാൽ ഈ വിജയത്തിന്റെ മറവിൽ നിന്ന് എന്നോട് കാണിച്ച പെരുമാറ്റവും അപമാനവും എന്നെ മാനസികമായി പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഏത് തന്ത്രത്തിന്റെ പേരിലാണ് എന്നെ ബാറ്റിംഗ് ഓർഡറിൽ ഇത്രയധികം പിന്നിലേക്ക് മാറ്റിയതെന്നും എനിക്ക് ഒരു അവസരം പോലും നൽകാതിരുന്നതെന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാൽ അതിലും വലിയ വേദനയും അപമാനവും ഞാൻ അനുഭവിച്ചത് ഹാർദിക് പാണ്ഡ്യ എന്നെ ഒരു വാട്ടർ ബോയെ പോലെ ഉപയോഗിച്ചപ്പോഴാണ്. ടീമിലേക്ക് ഇന്നലെ വന്ന ഒരു പുതിയ പയ്യനെ പോലെ ഗ്ലൗസുകളും വെള്ളക്കുപ്പികളുമായി കളത്തിലേക്കിറക്കി. എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഈ നിലവാരത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരിക്കുന്നത്, അല്ലാതെ ആരുടെയും ഏകാധിപത്യം സഹിക്കാനോ പരസ്യമായി അപമാനിതനാകാനോ അല്ല. മത്സരം വെറും 14.2 ഓവറുകൾക്കുള്ളിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറന്ന വിജയ റണ്ണിലൂടെ മുംബൈ ആ മാന്ത്രിക വിജയം സ്വന്തമാക്കി. സൂര്യയുടെ ഈ വാക്കുകൾ മുംബൈ ഇന്ത്യൻസ് എന്ന ഹാപ്പി ഫാമിലി ഇമേജിന് പിന്നിൽ പുകയുന്ന ആഭ്യന്തര കലഹത്തിന്റെ തീജ്വാലകളെയാണ് പുറത്തുകൊണ്ടുവന്നത്. ഒരു ഇതിഹാസ താരത്തെ ഇത്തരത്തിൽ അപമാനിച്ചത് ആരാധകരെ രോഷാകുലരാക്കുക മാത്രമല്ല, ടീമിന്റെ സൽപ്പേരിനുമേലൊരു വലിയ ചോദ്യചിഹ്നവും ഉയർത്തി.
തന്റെ കണ്ണുകളിലെ നിരാശയും മുഖത്തെ സങ്കടവും മറച്ചുവെക്കാൻ സൂര്യ ഏറെ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉള്ളിലെരിയുന്ന ദേഷ്യത്തിന്റെയും വേദനയുടെയും അഗ്നിപർവ്വതത്തെ ലോകത്തിനു മുന്നിൽ കാട്ടിത്തന്നു. അദ്ദേഹം തുടർന്നു, മത്സരശേഷം ഒരു സീനിയർ താരമെന്ന നിലയിൽ മൈതാനത്തെ ആ വിചിത്രമായ തീരുമാനത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ വളരെ ശാന്തമായി നിത മാമിന്റെയും ക്യാപ്റ്റൻ ഹാർദിക്കിന്റെയും അടുത്തേക്ക് ചെന്നു. എന്നാൽ എനിക്ക് ലഭിച്ചത് ബഹുമാനത്തിന് പകരം അതിലും വലിയ അപമാനമായിരുന്നു. അവർ എന്നോട് അതിരൂക്ഷമായി തട്ടിക്കയറുകയും നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതൊരു ടീം തന്ത്രമാണെന്നും ഞാൻ അത് മിണ്ടാതെ അംഗീകരിക്കണമെന്നുമായിരുന്നു അവരുടെ ഒരേയൊരു ന്യായം. എന്നാൽ ഇന്ന് ക്രിക്കറ്റ് ലോകത്തോടും എന്റെ ലക്ഷക്കണക്കിന് ആരാധകരോടുമുള്ള എന്റെ ചോദ്യം ഇതാണ്: ഒരു അന്താരാഷ്ട്ര സീനിയർ താരത്തെ പരസ്യമായി വോട്ടർ ബോയാക്കി അപമാനിക്കുകയും താഴേക്കിടത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നതാണോ യഥാർത്ഥ തന്ത്രം? ഒരാളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നത് എപ്പോഴെങ്കിലും വിജയത്തിന്റെ ഭാഗമാകുമോ? ഹാർദിക് പാണ്ഡ്യ തന്റെ വ്യക്തിപരമായ അഹങ്കാരവും ക്യാപ്റ്റൻസിയുടെ ഗർവം കാരണം ഇന്നെന്നെ വാങ്കഡയിലെ കോടിക്കണക്കിന് കാണികൾക്ക് മുന്നിൽ ഒരു തമാശയാക്കി മാറ്റി. ഞാൻ എന്റെ ചോരയും നീരും നൽകി എണ്ണമറ്റ വിജയങ്ങൾ സമ്മാനിച്ച അതേ മുംബൈ ഇന്ത്യൻസ് ഫ്രാഞ്ചൈസിൽ നിന്ന് എനിക്ക് നേരിട്ട ഈ ക്രൂരമായ പെരുമാറ്റം എന്നെ വല്ലാതെ തളർത്തുന്നു. ഇതിലെല്ലാമുപരി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നമ്മുടെ മുഖ്യ പരിശീലകൻ മഹേല ജയവർദ്ധനെ ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഒരു വാക്കുപോലും മിണ്ടാതെ വെറും ഒരു മൂക്കസാക്ഷിയായി നോക്കി നിന്നതാണ്. എന്നാൽ ഈ അപമാനം സൂര്യയുടെ ഉള്ളിലെ തീ കെടുത്തുകയല്ല, മറിച്ച് കൂടുതൽ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. തോൽവി സമ്മതിക്കാതെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീപ്പൊരിയുമായി സൂര്യകുമാർ യാദവ് തന്റെ അവസാന തീരുമാനം കർശന ഭാഷയിൽ ലോകത്തെ അറിയിച്ചു. ഇന്ന് ഞാൻ നേരിട്ട ഈ അപമാനം ഞാൻ ഒരിക്കലും മറക്കില്ല. അടുത്ത മത്സരത്തിൽ നീല ജേഴ്സി അണിഞ്ഞ് ഞാൻ മൈതാനത്തിറങ്ങുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് തികച്ചും പുതിയതും അപകടകാരിയുമായ മറ്റൊരു സൂര്യയായിരിക്കും. ഇനി മുതൽ മാനേജ്മെന്റിന്റെയോ കോച്ചിന്റെയോ ക്യാപ്റ്റന്റെയോ അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് ഞാൻ ഒരിക്കലും വഴങ്ങില്ല. എന്റെ സ്വന്തം തന്ത്രങ്ങളുമായി ഞാൻ കളത്തിലിറങ്ങും. എന്നെ അപമാനിച്ച ഓരോ വ്യക്തിക്കുമുള്ള എന്റെ ശക്തമായ മറുപടിയായിരിക്കും ഇനി മൈതാനത്ത് കാണാൻ പോകുന്ന ബാറ്റിംഗ് വിസ്ഫോടനം. ലോകത്തെ ഏത് ബൗളറെയും ഞാൻ എന്റെ ക്രീസിൽ മുട്ടുകുത്തിക്കും. ദയക്കായി യാചിക്കാൻ ഞാൻ അവരെ നിർബന്ധിതരാക്കും. ഇനി ഒരിക്കലും എന്നെ ഒരു വോട്ടർ ബോയ് ആക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ടീമിന്റെ സാഹചര്യങ്ങളോ മാനേജ്മെന്റിന്റെ മനോഭാവമോ എന്തു തന്നെയായാലും ഞാൻ എന്റെ സ്വന്തം കരുത്തിൽ മാത്രം മത്സരത്തിന്റെ ഗതി മാറ്റും. മുംബൈക്ക് ഞാൻ വിജയങ്ങൾ നേടിക്കൊടുക്കും. ഇന്ന് എനിക്കായി ശബ്ദമുയർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് ഞാൻ നൽകുന്ന ഉറപ്പാണിത്. IPL 2026 പുറത്തുവരാത്ത ഉള്ളടക്ക കഥകൾക്കും കൂടുതൽ സെൻസേഷണൽ വെളിപ്പെടുത്തലുകൾക്കും ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.